2026 നമുക്ക് ഒന്നേന്നൊന്ന് പരിചയപ്പെടാം. എൻ്റെ പേര് സുബിഷ. ഞാൻ തൃശ്ശൂർ ജില്ലയിലെ കുണ്ടൂരാണ് താമസിക്കുന്നത്. പ്രൊഫഷണലി ഞാനൊരു ടീച്ചറാണ്. ചെറുപ്പം തൊട്ട് ഇഷ്ടപ്പെട്ട് ചൂസ് ചെയ്തൊരു പ്രൊഫഷനാണ്. കുട്ടികളെ പഠിപ്പിക്കാനും അവർ വലുതാവുന്നതും വളരുന്നതും ഒക്കെ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഇഷ്ടപ്പെട്ടെടുത്തൊരു പ്രൊഫഷനാണ്. കെമിസ്ട്രിയാണ് എൻ്റെ സബ്ജക്റ്റ്. +2 ഒരു അധ്യാപികയായിട്ടായിരുന്നു എൻ്റെ കരിയറിൻ്റെ സ്റ്റാർട്ടിങ് എങ്കിലും ഞാനിപ്പോൾ നിലവിൽ സ്കൂളിൽ വർക്ക് ചെയ്യുന്നില്ല. ഗവൺമെൻറ് സ്കൂളിൽ ഈ വേക്കൻസിയിൽ ഇടയ്ക്ക് കയറും. അല്ലാതെ ഒരു 10 വർഷമായിട്ട് നമ്മുടെ പ്രധാനമായിട്ടുള്ള പ്രൊഫഷൻ എന്ന് പറയുന്നത് വീട്ടിൽ തന്നെ നടത്തുന്ന ഒരു ട്യൂഷനാണ്. +2 വരെയുള്ള കുട്ടികൾക്ക് ട്യൂഷൻ കൊടുത്തു വരുന്ന ഒരു 3-4 പേര് ചേർന്ന് നടത്തുന്ന ഒരു സ്ഥാപനമാണ് പ്രധാനമായിട്ടും ഇപ്പം എൻ്റെ പ്രൊഫഷൻ. വീട്ടിൽ ഹസ്ബൻഡും ഞാനും 2 കുട്ടികളാണുള്ളത്. ഹസ്ബൻഡിൻ്റെ പേര് ബിജു, മക്കളുടെ പേര് ദേവശ്രീ, ധ്യാൻകൃഷ്ണ, ദേവൂട്ടി, മോനൂട്ടൻ എന്നൊക്കെ നിങ്ങൾ വീഡിയോയിൽ കേട്ട് കാണും. ഒരു ടീച്ചറും ഒരു സാധാരണ വീട്ടമ്മയായിട്ട് ഇരിക്കുന്ന ഞാൻ എന്തിനാ ഒരുപാട് യൂട്യൂബേഴ്സ് ഉള്ള ഈ കാലത്ത് നിങ്ങളുടെ ഇടയിലേക്ക് വന്ന് നിങ്ങളെ ശല്യം ചെയ്യുന്നതെന്നാണോ? എനിക്ക് ചെറുപ്പം തൊട്ടേ സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. സംസാരിക്കാൻ എന്ന് പറഞ്ഞാൽ വർത്തമാനം പറഞ്ഞിങ്ങനെ ഇരിക്കാൻ. ഒരുപാട് ആളുകളുള്ള സാഹചര്യങ്ങളൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാനൊരു ടീച്ചറായെന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. ഒരു ഘട്ടം കഴിയുമ്പോൾ നമ്മുടെ ലൈഫിൽ നമ്മളുടെ ചുറ്റുമുള്ള ആളുകളുടെ എണ്ണം കുറഞ്ഞു വരും. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒരേപോലെ ആയിത്തീരും. അപ്പോൾ നമുക്ക് തന്നെ ലൈഫിൽ ഒരു സ്റ്റാഗ്നേഷൻ ഫീൽ ചെയ്യും. എവിടെയോ ഒരു സ്റ്റക്കായി കിടക്കുന്ന പോലെ തോന്നും. അങ്ങനെ ഇരുന്നപ്പോൾ എൻ്റെ ഒരുപാട് സമയങ്ങൾ ഞാൻ ചിലവഴിച്ചിരുന്നത് യൂട്യൂബിലാണ്. അപ്പോൾ എന്നെപ്പോലുള്ള ഒരുപാട് ആളുകൾ വർത്തമാനം പറയുന്നത് കേൾക്കാനും അവരിൽ നിന്ന് കിട്ടുന്ന കുഞ്ഞറിവുകൾ എടുക്കാനും ജീവിതത്തിൽ ഒരു സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റിനും പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിനും ഒക്കെ സാധിക്കാവുന്നതിലൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ടായി. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ വർത്തമാനവും എൻ്റെ ആശയങ്ങളും ആർക്കെങ്കിലുമൊക്കെ ഒരു ചെറിയ സന്തോഷമോ ഒരു മാറ്റമോ ഒക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അതെനിക്കും സന്തോഷമുള്ളൊരു കാര്യമാണല്ലോ. അങ്ങനെ ഞാൻ ഒന്നും അറിയാത്ത ഞാനാണ് നിങ്ങളുടെ ഇടയിൽ ഈ യൂട്യൂബിലേക്ക് വന്നിരിക്കുന്നത്. ഒന്നും അറിയാത്തതെന്ന് പറഞ്ഞാൽ ഐ ഡോണ്ട് നോ എനിത്തിങ് അബൌട്ട് ദിസ് യൂട്യൂബ്. ആക്ച്വലി ഒന്നും അറിയില്ല. പക്ഷേ ഇഫ് ദർ ഇസ് എ വിൽ ദർ ഇസ് എ വേ എന്ന് കേട്ടിട്ടില്ലേ? നമുക്ക് എന്തെങ്കിലും ഒരു ഇഷ്ടം ആത്മാർത്ഥമായിട്ടുണ്ടെങ്കിൽ അതിനുള്ള സാഹചര്യങ്ങൾ നമ്മളിലേക്ക് വരും. ആരും കൊണ്ടു തരുമൊന്നുമില്ല, പക്ഷെ നമുക്കതിനുള്ള വഴികൾ കിട്ടും. അപ്പോൾ എനിക്ക് മൊബൈൽ ഫോണിൻ്റെ അപ്ഡേഷൻസോ അല്ലെങ്കിൽ എഡിറ്റിങ്ങിൻ്റെ അപ്ഡേഷൻസോ ഒന്നും അറിയില്ല. പക്ഷെ ഞാൻ പതിയെ അതിൻ്റെ ചെറിയ കാര്യങ്ങൾ പഠിക്കാൻ തുടങ്ങി. ഓരോ വീഡിയോ കാണുമ്പോഴും അതിന് എന്തെങ്കിലും ഇൻപുട്ടായിട്ട് ഞാൻ അബ്സോർബ് ചെയ്യാൻ തുടങ്ങി. പതിയെ എനിക്ക് ചെറുതായിട്ട് ഇതൊക്കെ മനസ്സിലായി തുടങ്ങി. സത്യം പറഞ്ഞാൽ ആദ്യം ഒന്നും മനസ്സിലായിരുന്നില്ല. പിന്നെ പതുക്കെ എനിക്ക് തന്നെ സന്തോഷം തോന്നി. ഓരോ പുതിയ കാര്യം പഠിക്കുമ്പോഴും ചെയ്യുമ്പോഴും ഒക്കെ എനിക്ക് സന്തോഷം തോന്നി. അപ്പോൾ സത്യം പറഞ്ഞാൽ ലൈഫിലുള്ള ഒരു പുതിയ കാര്യം ചെയ്യണം എന്നുള്ളൊരു ഇതിൻ്റെ പുറത്താണ് ഞാൻ ഇതിലേക്ക് നിങ്ങളോടൊക്കെ വർത്തമാനം പറയാനും ഒന്ന് സംസാരിക്കാനും എൻ്റേതായ ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കാനും ഒക്കെ ഉള്ള എനിക്ക് എന്നെ പോലെ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ പരസ്പരം ചേർന്ന് പോകാവുന്ന കുറച്ച് കൂട്ടുകാരെയൊക്കെ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആക്ച്വലി യൂട്യൂബിൽ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. എൻ്റെ കരിയർ ഡെവലപ്പ് ചെയ്യാൻ ഞാൻ ആക്ച്വലി ചെയ്തതിനേക്കാൾ ഒരുപാട് ശ്രമങ്ങൾ ഞാൻ ഈ യൂട്യൂബിനെ പറ്റി പഠിക്കാൻ എടുത്തിട്ടുണ്ട്. എൻ്റെ ഒരു 10 വർഷത്തോളം ഞാൻ ഇതേ ട്യൂഷൻ ജോലിയും കുട്ടികളെ നോക്കലും ഒക്കെ ആയിട്ട് തന്നെ ബിസി ആയിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൊഫഷൻ അപ്ഗ്രഡേഷന് പോലും ഞാൻ ചിന്തിച്ചിട്ടുണ്ടോ? എന്നെക്കൊണ്ട് പറ്റുന്ന അത്ര അളവിൽ ഞാൻ ബിസി ആയിരുന്നിട്ട് വേറൊരു സ്ഥലത്തേക്ക് കൊടുക്കാൻ എനിക്ക് സ്ലോട്ടില്ലാത്തത്ര ഞാൻ ബിസി ആയിരുന്നു. പക്ഷെ ഇപ്പോൾ കാര്യങ്ങൾ കുറച്ചും കൂടി ഓർഗനൈസ്ഡായി. എനിക്ക് കുറച്ചായിട്ട് സമയം കിട്ടാൻ തുടങ്ങി. എനിക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ തുടങ്ങാം എന്നുള്ളൊരു സ്റ്റേജ് വന്നപ്പോൾ എനിക്ക് ആദ്യം തോന്നിയത് സ്കിൽ അപ്ഡേറ്റ് ചെയ്യണം, ഇതൊക്കെ ഒന്ന് പഠിക്കണം എന്നുള്ളതാണ്. കാരണം എനിക്ക് നിങ്ങളോടൊക്കെ പറയാൻ എന്തൊക്കെയോ എൻ്റെ ഉള്ളിലുള്ള പോലെ എനിക്ക് എപ്പോഴും തോന്നുമായിരുന്നു. അപ്പം അത്രയ്ക്ക് തൽക്കാലം എനിക്കിപ്പോൾ നിങ്ങളോട് എന്നെപ്പറ്റി പറയാനുള്ളൂ. പിന്നെ ഓരോരോ വീഡിയോയിലായിട്ട് നമുക്ക് പതുക്കെ പറയാം. ഇതിപ്പോൾ ഞാനും ഹസ്ബൻഡും മാത്രമേ വീട്ടിലുള്ളൂ. ചേട്ടനും ഞാനും വീട്ടിലുള്ള ദിവസം വീട് വളരെ ശാന്തമായിരിക്കും. കുഞ്ഞുങ്ങളുടെ ബഹളമൊന്നും ഉണ്ടാവില്ല. അവരെൻ്റെ വീട്ടിൽ പോണ ദിവസം സത്യം പറഞ്ഞാൽ വീട്ടിൽ ഞങ്ങൾ ഉണ്ടെന്നേ ഉണ്ടാവുള്ളൂ. വീടാണെന്ന് നമുക്ക് തോന്നില്ല. അത് മക്കളുള്ള എല്ലാ അമ്മമാർക്കും അച്ഛന്മാർക്കും അറിയായിരിക്കും. മക്കളൊന്ന് ആരുടെയും വീട്ടിൽ നിൽക്കാൻ പോയി കഴിഞ്ഞാൽ പിന്നെ എന്താ അവിടെ ഒരു വീടെന്നുള്ളതിൻ്റെ എലമെൻ്റ് അങ്ങ് പോയ പോലെ തോന്നും. പിന്നെ നാളത്തേക്കുള്ള ഒരുക്കങ്ങൾ ചെയ്യുക, നമ്മളുടെ ബാക്കി പ്രിപ്പറേഷൻസൊക്കെ ചെയ്ത് വയ്ക്കുക. എല്ലാ വീടുകളിലെയും പോലെ അതൊക്കെ തന്നെയാണ് നമ്മുടെയും പ്രധാന പരിപാടി. ആക്ച്വലി ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുള്ളാണ്. കാരണം എന്നെ ഒട്ടും അറിയാത്ത കുറച്ച് പേര് എൻ്റെ ചാനലിൽ നിന്ന് കൂട്ടുകാരായിട്ടുണ്ട്.
അപ്പോൾ എന്തുകൊണ്ടോ അവർക്ക് എന്നോടൊരു ചെറിയ സ്നേഹം തോന്നിയിട്ടാണ് അവരുടെ ഒരുപാട് വിലപ്പെട്ട സമയവും അവരുടെ നെറ്റും ഒക്കെ ചിലവഴിച്ച് എൻ്റെ ചാനലിൻ്റെ കൂടെ നിൽക്കുന്നത്. അപ്പോൾ അതിനൊക്കെ ഞാൻ ദൈവത്തോട് ഒരുപാട് ഗ്രേറ്റ്ഫുള്ളാണ്. ഈ യൂണിവേഴ്സിൽ നമുക്കുള്ളതെല്ലാം നമുക്കായിട്ട് തന്നെ തേടി വരുന്നത് ഞാൻ ഉറച്ച് വിശ്വസിക്കുകയാണ്. ഗ്രേറ്റ്ഫുൾ അഥവാ ഗ്രാറ്റിറ്റ്യൂഡായിട്ടിരിക്കുക എന്നുള്ളതിൽ ഞാൻ ഒരുപാട് വിശ്വസിക്കുന്നുണ്ട്. കാരണം നമ്മൾ ഇല്ലാത്തതിനെ പറ്റി ഓർത്തിങ്ങനെ വിഷമിക്കും തോറും നമുക്ക് ആ ഇല്ലായ്മകൾ തന്നെയാണ് കൂടിക്കൊണ്ടിരിക്കുകയുള്ളൂ. പക്ഷെ നമ്മുടെ കയ്യിലുള്ള എന്ത് ചെറിയ കാര്യമായിക്കോട്ടെ അതിനെപ്പറ്റി നമ്മൾ ഗ്രേറ്റ്ഫുള്ളാവുകയും ഗ്രാറ്റിറ്റ്യൂഡോട് ഇരിക്കുന്ന സമയത്തും നമുക്ക് പുതിയ പുതിയ അനുഭവങ്ങൾ സന്തോഷത്തിൻ്റേതായിട്ട് കടന്നു വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഓരോ ദിവസത്തെയും കാര്യം ഡോക്യുമെൻ്റ് ചെയ്യാന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ പ്രിപ്പയർ ചെയ്യുന്ന എക്സാമുകൾക്കൊക്കെ ചെറിയ സമയം കൊടുത്ത് പഠിക്കാനും എനിക്ക് വേണ്ടി തന്നെ കുറച്ച് സമയം ചിലവഴിക്കാനും ഒക്കെ ഞാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ ഞാൻ ചെയ്യണ ഒരു കാര്യം അന്നന്നത്തെ ഡോക്യുമെൻറ്റേഷൻ അബൌട്ട് ദ എക്സ്പെൻസ് ആൻഡ് സേവിങ്സ് അത് ഒന്ന് നോട്ട് ചെയ്ത് പോകാറുണ്ട്. ഇതൊക്കെ ഞാൻ പുതിയതായിട്ട് എൻ്റെ ലൈഫിലേക്ക് ആഡ് ചെയ്ത് വന്ന ക്വാളിറ്റീസാണ്. ഇതൊന്നും എനിക്ക് മുമ്പുണ്ടായിരുന്ന ശീലങ്ങളല്ല, പക്ഷേ അതൊക്കെ ഒരുപാട് നല്ല നല്ല മാറ്റങ്ങൾ എനിക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം നിങ്ങളും അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അതിന് ഗ്രേറ്റ്ഫുള്ളായിട്ടിരിക്കുക. നിങ്ങൾക്കില്ലാത്തതിനെ പറ്റി ഓർത്ത് നമ്മൾ വിഷമിക്കുകയേ വേണ്ട. നമുക്കുള്ളതാണെങ്കിൽ അത് നമ്മളിലേക്ക് വരിക തന്നെ ചെയ്യും. MSc എനിക്ക് എൻ്റെ പ്രിയപ്പെട്ടൊരു സാറുണ്ടായിരുന്നു, ജെർലി സാർ എപ്പോഴും പറയും അക്സെപ്റ്റ് ദ സിറ്റുവേഷൻ. നമ്മളായിരിക്കുന്ന അവസ്ഥയെ അംഗീകരിക്കുക, മുന്നോട്ട് പോവാം. അത്രയേ ഉള്ളൂ. നിങ്ങളിപ്പോൾ ഏതവസ്ഥയിലാണോ അതിനെ അംഗീകരിക്കുക, എന്നിട്ട് പതുക്കെ മുന്നോട്ട് നടക്കാം. പുതിയ കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ വരിക തന്നെ ചെയ്യും. ബൈ.